പിന്നെ ഇത് ബ്രാലി ആയിട്ടുണ്ട്, അല്ല നമ്മള് ഫ്രൈ ആയിട്ട് കൊടുക്കും ഉണ്ട്. അത് 2000. ഇത് ബീഫാണ്. അത് ഒരു പെരളൻ അങ്ങനെ വരും. ഇത് നമ്മുടെ ഈ ഇവിടുത്തെ കായലിലെ കൊഴുവ ഫ്രൈ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃശ്ശൂരിൽ നിന്നും നേരെ ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴ നമ്മൾ പോകുന്നത് നല്ല കള്ള് ഷാപ്പ് തേടിയാണ്. ഷാപ്പ് മാത്രമല്ല, ഷാപ്പിലെ നല്ല കറികളും തേടിയാണ് നമ്മുടെ ഈ യാത്ര. അതും കൂടാതെ മറ്റ് അട്രാക്ഷൻസും, ആലപ്പുഴ ജില്ലയിലെ മറ്റ് അട്രാക്ഷൻസും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കൂട്ടിന് സഹായത്തിനായി ആലപ്പുഴയിൽ 1-2 ചങ്ക് ഫ്രണ്ട്സും ഉണ്ടാവും, അവരുണ്ടാവും ഈ വീഡിയോയിൽ ഉടനീളം. നമുക്ക് എന്തായാലും അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം. കായലോരം കള്ള് ഷാപ്പിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ആദ്യം ഉള്ളിൽ കയറി കള്ള് വാങ്ങിയതിനു ശേഷം ഇതിന്റെ പുറമേയുള്ള ഒരു ആംബിയൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിരാവിലെ തന്നെ ചെത്തി ഇറക്കിയ ഫ്രഷ് കള്ളാണ് നമുക്ക് വേണ്ടി കുപ്പിയിൽ നിറയുന്നത്. നമുക്കതും വാങ്ങി പുറത്തു പോയി നടിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. 160 രൂപയാണ് ഒരു കുപ്പിക്ക് ഇവിടെ വില ഈടാക്കുന്നത്. ഷാപ്പിന്റെ ഫ്രണ്ടിലായുള്ള ഒരു ഒന്നൊന്നര ആംബിയൻസ് ആണ് ഈ കാണുന്നത്. കൂടാതെ കായലോരം ഫാമിലി റെസ്റ്റോറന്റും ഇവിടെ കാണാം. ഫ്രണ്ട്സ് ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇനി അവർക്ക് പറയാനുള്ളത് എന്താന്ന് നമുക്ക് കേൾക്കാം. അർജു, ഷാപ്പിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി പറഞ്ഞു കൊടുക്ക്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ വന്നിരിക്കുന്നത് ആലപ്പുഴ മുഹമ്മ കായലോരം എന്ന് പറയുന്ന കള്ള് ഷാപ്പിലാണ്. ഇവിടെ വന്ന് നോക്കിയപ്പം രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഇന്നലത്തെ ഹാങ് ഓവർ കാരണം കിടന്നുറങ്ങി. നേരെ എണീറ്റ് ഇപ്പോഴാണ് വന്നത്. ഒരു 10 മണി 10:30 ആയിട്ടുണ്ട്. നേരെ വന്നു ചോദിച്ചപ്പോ ഇവിടെ ഉണ്ട്, കുറച്ച് കപ്പയുണ്ട്, ഇടിയപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വാങ്ങി കുറച്ച് കപ്പ, വരാല് തല, പിന്നെ ബീഫ് കറി, പിന്നെ ഒരു നാടൻ കള്ള്. അതായത് ഇപ്പൊ അവര് വെച്ചിരുന്ന ആ സാധനമാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. വെട്ടിക്കൊണ്ടുവന്ന് അരിച്ച് നമുക്ക് എടുത്തു വന്നിരിക്കുന്നത് ഫ്രഷ് സാധനം കേട്ടോ. നമ്മളിപ്പോ കഴിക്കുന്ന എല്ലാം ഈ ആംബിയൻസ് ഇരുന്ന് കഴിക്കാൻ പറ്റിയല്ല. അതായത് കമ്പോല ഉണ്ട് അവിടെ. ഇവിടെ കുറച്ച് ചേട്ടന്മാര് കക്കാവാരി തിളപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മള് അതെന്താ പറയാ, ഇവിടുത്തെ ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള ഒരു കഴിവ് തന്നെയായത്. ഹായ്, അപ്പൊ നമ്മള് പുറത്തെ കാഴ്ചകളും കണ്ട് ഫുഡും കഴിച്ച് കള്ളും കുടിച്ച് അവിടെ എൻജോയ് ചെയ്തു. നമുക്കിനി അകത്തേക്ക് നീങ്ങിയാലോ? അകത്ത് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഇത് നമ്മുടെ ഈ ഇവിടുത്തെ കായലിലെ കൊഴുവ ഫ്രൈ ആണ്. ലൈവാണ്. നമ്മൾ അപ്പൊ വറുത്ത് റെഡിയാക്കി കൊടുക്കണം. അതെ. ഇത് ബീഫാണ്. അത് ഒരു പെരളൻ അങ്ങനെ വരും. പിന്നെ ഇത് ബ്രാലി ലൈവാണ്. ബ്രാലി പിന്നെ കറിയായിട്ടുണ്ട്, അല്ല നമ്മള് ഫ്രൈ ആയിട്ട് കൊടുക്കും ഉണ്ട്. അത് 2000 ഉണ്ട്. പിന്നെ ഇത് സിലോപ്പി ഫ്രൈ, ഇതുണ്ട്, ഫ്രൈ ആയിട്ട് കൊടുക്കും, കറിയായിട്ടും കൊടുക്കും. ഇതെല്ലാം ഓൾറെഡി നമുക്ക് ഓർഡറാണ്. അപ്പത്തിന് റെഡിയാക്കി കൊടുക്കണതാണ്. ഇത് നാടൻ താറാവാണ്. പിന്നെ ഇത് കപ്പ. ഇത് നാടൻ കപ്പ തന്നെയാണ് ഇവിടുത്തെ. അത് നമ്മൾ ഇതുപോലെ തന്നെ കുഴച്ച് കടുകൊക്കെ താളിച്ച് നല്ല രീതിയിൽ തന്നെ കൊടുക്കും. ടേസ്റ്റോട് തന്നെ കൊടുക്കണം. പിന്നെ അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, എല്ലാ സംഭവവും ഓൾറെഡി ഉണ്ട് ഇവിടെ. മുഹമ്മ KG കോവിലം കിഴക്ക് കായലോരം എന്ന ഷാപ്പില് നമ്മുടെ പീതാംബരൻ ചേട്ടൻ തയ്യാറാക്കിയ വിഭവങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത്. വളരെ ടേസ്റ്റിയായ പിന്നെ ഹെൽത്തി ഫുഡുമാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. അതും നമുക്ക് നല്ലൊരു ആംബിയൻസ് ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു ഏരിയയും കൂടെയാണ്. അപ്പൊ എല്ലാരും ഇങ്ങ് പോരും. കായലോരം കള്ള് ഷാപ്പിന്റെ സൈഡിലായി കണ്ട വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. നിറയെ വഞ്ചികളിലെല്ലാം നിറയെ കക്കയുമായി വരുന്ന ഒരു കാഴ്ചയാണിത്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വഞ്ചിയിൽ നിന്നും കക്ക കോരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. വലിയൊരു പാത്രത്തിലായി കക്ക കോരിയെടുത്തതിന് ശേഷം അവ വളരെ വൃത്തിയായി കഴുകുന്നു.
അതിനുശേഷം അത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. തുടർന്ന് കഴുകി വൃത്തിയാക്കിയ കക്കയെല്ലാം ഏകദേശം അരമണിക്കൂറോ 3/4 മണിക്കൂറോ എടുത്ത് ചൂടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക്. എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു സ്പോട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ കായലോരം ഷാപ്പിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. മാരാരികുളം ബീച്ച്. വളരെ മനോഹരവും വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമാണ് മാരാരികുളം ബീച്ച് നമുക്ക് മുന്നിൽ സമ്മാനിക്കുന്നത്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടെന്നതൊഴിച്ചാൽ വളരെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് മാരാരികുളം ബീച്ച് എക്സ്പ്ലോർ ചെയ്തേക്കാം. അപ്പോ നമ്മൾ നേരെ ഷാപ്പിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഇപ്പോ മാരാരി ബീച്ച്, ആലപ്പുഴയിലെ ഒരു കാണാൻ അതിഗംഭീരമായിട്ടുള്ളൊരു ബീച്ച് എന്ന് പറയാൻ ഇത് തന്നെയാണ്. ആലപ്പുഴ ബീച്ചിനേക്കാളും എനിക്ക് കൂടുതൽ ഏറെ ഇഷ്ടമായത് മാരാരി ബീച്ച് തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ സഞ്ചരിച്ചതില് ഗോവ കഴിഞ്ഞ് കോഴിക്കോട് ബീച്ച്, അത് ആ ഒരു എന്തിലേക്ക് തന്നെ ഗോവ ആ ഒരു ബീച്ചിന്റെ ഒരു ലുക്കിൽ തന്നെയാണ് നമ്മുടെ മാരാരി ബീച്ചും വന്നിരിക്കുന്നത്. ആ ഒരു ഏരിയയൊക്കെ നോക്കാൻ നേരത്തെ എന്റെ പൊന്നോ ഒരു രക്ഷയില്ല. പൈൻ മരങ്ങളും വള്ളവും കയറ്റി വെച്ചിരിക്കുന്ന ഇരിക്കാൻ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനും എല്ലാത്തിനും ചെയറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മഴയുണ്ട് എങ്കിൽ പോലും നമ്മൾ ഓക്കെയാണ്, ഇവിടെ കംഫർട്ടായിട്ട് ഇരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. മഴയത്താണെങ്കിൽ പോലും ഇവിടെ ഇറങ്ങാനും എല്ലാത്തിനും നല്ല ആളുണ്ട്, നല്ല ആൾത്തിരക്കും വരുന്നുണ്ട്. ഇവിടെ നല്ല ആംബിയൻസും ഉണ്ട്, നല്ലൊരു ഫീൽ ഗുഡ് എന്ന് പറയാൻ നേരത്ത് ഒരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു മൂഡാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് ഇങ്ങോട്ട് വരിക, എൻജോയ് ചെയ്ത് പോവുക. അടുത്ത നമ്മുടെ ഒരു സ്പോട്ടാണ് തണ്ണീർമുക്കം ബണ്ടിന്റെ സൈഡിലുള്ള അക്വാനാവ കയാക്കിംഗ്. ഒരു രക്ഷയുമില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയുമില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു കയാക്കിംഗ്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായി സാധിച്ചു. ഇവിടെ വരുന്ന ഫാമിലീസിനായാലും കപ്പിൾസിനായാലും ഫ്രണ്ട്സിനായാലും ഒക്കെ പല വിധത്തിലുള്ള പാക്കേജുകളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ വലിയൊരു എപ്പിസോഡ് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.